നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണ നിർണയ ക്യാമ്പ് നടത്തി. സ്പർശം എന്ന പേരിൽ വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത്. പൊതുമേഖലാ സ്ഥാപനമായ അലിംകോ മുഖേന ജില്ലയിലെ എല്ലാ ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. ഭിന്നശേഷിക്കാരും വയോജനങ്ങളുടെ 800ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മിക്കവരും സഹായ ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് അർഹരായതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ എല്ലാ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 7 പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാരെയും അതുപോലെ തന്നെ വയോജനങ്ങളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് 9/6/2025 കാലത്ത് 10 മണി മുതൽ ഉച്ചവരെയാണ് പറഞ്ഞത്. അതിൽ വയോജനങ്ങളും ഭിന്നശേഷിക്കാരും 430ഓളം രജിസ്ട്രേഷനും 300ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയോജന ഭിന്നശേഷിക്കാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും അവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ളത് ഒരു അലിംകോയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഭിന്നശേഷി ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഈ ഭിന്നശേഷി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. UTV ന്യൂസ് പാലക്കാട്. ആലത്തൂർ ബഡ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷമായി. വർണ്ണങ്ങൾ കൊണ്ടലങ്കരിച്ച ബഡ് സ്കൂളിലേക്ക് മധുരം നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കുട്ടികൾക്ക് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. കീ ചെയിൻ പോലുള്ള, ഓഗസ്റ്റ് 15 പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദേശീയ പതാകയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിച്ചുകൊണ്ട് അതിൽ നിന്നും ചെറിയൊരു വരുമാനം ഉണ്ടാക്കി കുട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു സംരംഭം ചെയ്യണം അല്ലെങ്കിൽ നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക കൂടെ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നു. കൂടാതെ തന്നെ കുട്ടികൾക്കുള്ള അഗ്രോ തെറാപ്പി, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ വളപ്പിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുറ്റത്ത് പച്ചക്കറി കൃഷി നടത്തി അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള പച്ചക്കറികളാണ് നമ്മുടെ കുട്ടികൾ കുറച്ച് മാസങ്ങളെങ്കിലും അവർക്ക് ഭക്ഷണമായി നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നത് കുട്ടികളുടെ ഇങ്ങനെയുള്ള കഴിവുകളെ, കായികപരമായിട്ടുള്ള കഴിവുകളെയും കലാപരമായിട്ടുള്ള കഴിവുകളെയും അവരുടെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ അധ്യക്ഷനായി. പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച ബഡ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ ബഡ് സ്കൂളിന് പഞ്ചായത്തിന്റെ ആദരവ് സമർപ്പിച്ചു. അബ്ദുൾ ഫാറൂഖ്, വി കനകാംബരൻ, കുമാരി, സെക്രട്ടറി ദിമിത്രോവ്, നജീബ്, രാജലക്ഷ്മി, ഫസീല എന്നിവർ പ്രസംഗിച്ചു. CDS ചെയർപേഴ്സൺ നിഷ സ്വാഗതവും അധ്യാപിക രമ്യ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.